നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളി ഫസൽ നഗർ മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെ കടലേറ്റം രൂക്ഷമായി. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീടിന് നാശനഷ്ടം. തെരുവുനായയുടെ ആക്രമണത്തിൽ കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ഫസൽ നഗർ മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെ കടൽക്ഷോഭം രൂക്ഷമായി. വാടാനപ്പള്ളി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ഫസൽ നഗർ മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെ കടൽക്ഷോഭം ശക്തമായി. പ്രദേശവാസികൾക്ക് ആശ്രയമായ സീവാൾ റോഡ് തിരയടിച്ച് തകർന്നതോടെ യാത്ര ദുരിതമായി. 25ഓളം വീടുകളിൽ വെള്ളം കയറി. നിരവധി തെങ്ങുകളും വൈദ്യുതി തൂണും കടപുഴകി. വേലിയേറ്റത്തിലാണ് തിരയടിച്ച് കരയിലേക്ക് കയറി നാശം വിതച്ചത്. 5 ദിവസമായി കടലാക്രമണം തുടരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ വേലിയേറ്റമാണ് സീവാൾ റോഡ് തകരാൻ കാരണമായത്. ഒരു ഭാഗത്ത് മാത്രം നേരിയ തോതിൽ കരിങ്കൽ അടിക്കുക മാത്രമാണ് അധികൃതർ ചെയ്തത്. അപകട ഭീഷണി നേരിടുന്ന ഭാഗത്ത് കരിങ്കല്ല് നിരത്താതിരുന്നതാണ് സീവാൾ റോഡ് ഒലിച്ചുപോകാൻ കാരണമായത്. റോഡിന് മുകളിലൂടെ വെള്ളമടിച്ചു കയറിയാൽ പരിസരത്തെ നിരവധി വീടുകൾ അകരുമെന്ന അവസ്ഥയാണ്. കര തുരന്നാണ് തിരയടിച്ചു കയറുന്നത്. റോഡ് തകർന്നതോടെ സ്കൂൾ ബസ്സുകൾ ഇവിടേക്കെത്താൻ കഴിയാത്തതിനാൽ കുട്ടികളും രക്ഷിതാക്കളും പ്രയാസത്തിലാണ്. മേഖലയിൽ കടലാക്രമണത്തെ തടയാൻ ശാസ്ത്രീയമായി കടൽഭിത്തി നിർമ്മിക്കാതിരുന്നതാണ് കടലാക്രമണം ശക്തമായി കനത്ത നാശം നേരിടാൻ കാരണമായത്. മുൻ വർഷങ്ങളിൽ നിരവധി വീടുകളും റിസോർട്ടും വരെ തകർന്നിരുന്നു. ഓരോ വർഷവും കടലാക്രമണം മൂലം വൻ നാശമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ 100-ലധികം വീടുകളും ഏക്കർ കണക്കിന് സ്ഥലവും പഴയതും പുതിയതുമായ സീവാൾ റോഡുകളും വരെയാണ് കടലെടുത്തുപോയത്. കടലാക്രമണത്തെ തടയാൻ പുതിമുട്ടോ ശാസ്ത്രീയമായ രീതിയിൽ കടൽഭിത്തിയോ നിർമ്മിക്കണമെന്നാണ് കടലോര നിവാസികളും മത്സ്യത്തൊഴിലാളികളും വർഷങ്ങളായി ആവശ്യപ്പെടുന്നത്. എന്നാൽ മാറിവരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊന്നും വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല. അതേസമയം കഴിഞ്ഞ 2 ദിവസം കടലാക്രമണം ശക്തമാണെന്നും അടിയന്തരമായി കടൽഭിത്തി നിർമ്മിക്കണമെന്ന് 1-ാം വാർഡ് മെമ്പർ പി.കെ. സുധർമ്മൻ ആവശ്യപ്പെട്ടു. ജനം ഭീതിയിലാണെന്നും റോഡ് തകർന്നതോടെ കുട്ടികളടക്കം സ്കൂളിൽ പോകാൻ പ്രയാസപ്പെടുകയാണെന്നും 25 വീടുകളിൽ വെള്ളം കയറിയതായും സുധർമ്മൻ പറഞ്ഞു. ഇപ്പോൾ 2 ദിവസത്തുള്ള ശക്തമായ കടലേറ്റത്തിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൻ്റെ ഫസൽ നഗർ മുതലുള്ള ഭാഗം ഏകദേശം സഞ്ചാരയോഗ്യമായ റോഡ് അടക്കമുള്ള ഭാഗങ്ങൾ പോയിരിക്കുകയാണ്. ഇവിടെ ഇനി വണ്ടികളോ വേറെ കാര്യങ്ങൾക്കോ വരാനുള്ള ആളുകൾക്ക് ആശ്രയമുള്ള ആകെയുള്ള റോഡായിരുന്നു. അത് പോയി. ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിന് അടിയന്തരമായിട്ട് കടൽഭിത്തി നിർമ്മിക്കുക അല്ലാണ്ട് ഇതിന് വേറൊരു പരിഹാരമില്ല. ജിയോ ബാഗോ മറ്റ് ബദൽ നടപടികളോ ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് ഫസൽ നഗർ മുതൽ പൊക്കാഞ്ചേരി വരെയുള്ള ഭാഗം കടൽഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു 10-25 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവരെ ജീവിതം വളരെ ദുസ്സഹമാണ്. ആർക്കും പിള്ളേർക്ക് സ്കൂളുകളിൽ പോകാനോ പറ്റാത്തൊരവസ്ഥയാണ്. സ്കൂൾ ബസ്സോ കാര്യങ്ങളോ ഈ റോഡിൽ ഇവിടെ വരുന്നില്ല. മറ്റു വാർഡുകളുമായി ബന്ധമുള്ള ഒരു റോഡ് കൂടിയാണ് ഇത്. ആ റോഡാണ് ഇന്നലത്തെ ശക്തമായ കടലേറ്റത്തിൽ പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീടിന് നാശനഷ്ടം. കയ്പമംഗലം കരടിവളവ് കയനപ്പറമ്പിൽ പ്രവീണിന്റെ വീടിന് മുകളിലേക്കാണ് ചൊവ്വാഴ്ച രാവിലെ 10:30 തെങ്ങ് വീണത്. അപകടത്തിൽ വീടിന്റെ മേൽക്കൂരയ്ക്കുൾപ്പെടെ കാര്യമായ നാശനഷ്ടമുണ്ടായി. സംഭവ സമയത്ത് വീടിനുള്ളിൽ ആളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. കയ്പമംഗലം ബീച്ചിലെ കോഴിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപം ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. പള്ളത്ത് നിർമ്മല, കൈതവളപ്പിൽ സനേഖ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയും തുടർന്ന് തളിക്കുളം അനിമൽ സ്ക്വാഡിനെ സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി. വാർഡ് മെമ്പർ പി.ടി. രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ ആക്രമണം നടത്തിയ തെരുവുനായയെ പിടികൂടി. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയത്തെ തുടർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്.
വാടാനപ്പള്ളി കൂട്ടായ്മ കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി കൂട്ടായ്മ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ നിയോജക മണ്ഡലം MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BTech ഡയറി ടെക്നോളജിയിൽ 2ാം റാങ്ക് നേടിയ സാന്ദ്ര മരിയയെ ചടങ്ങിൽ അനുമോദിച്ചു. ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സ്വപ്നമാണ് ലഹരി എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇരിങ്ങാലക്കുട എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ MP ജിതിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് ബീന ജോയ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR റോഷൻ, ട്രഷറർ ദിനേശ്, P. വരദൻ, മുഹമ്മദ് നാലകത്ത്, KC ശശി എന്നിവർ സംസാരിച്ചു. പുതിയ തലമുറ അതിനൊപ്പുള്ള തലമുറയെക്കാൾ ആർജവമുള്ളതും ശക്തമായിട്ടുമാണ് എങ്കിൽ വികസനം ആയിക്കഴിഞ്ഞു ഒരു പരിധി വരെ അവർക്ക് ആവശ്യമായ മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ തുടർന്നു വേണ്ടൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരാശയം, നല്ല തലമുറയെ വളർത്തിയെടുക്കുക എന്ന ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടായ്മ കലാസാംസ്കാരിക വേദി ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഫുട്ബോൾ മാമാങ്കത്തിന് വേദി ഉണർന്നതോടെ തൃശൂർ വാടാനപ്പള്ളിയിലും ആരാധകരുടെ ആവേശം. ഫുട്ബോൾ മാമാങ്കത്തിന് വേദി ഉണർന്നതോടെ തൃശൂർ വാടാനപ്പള്ളിയിലും ആരാധകരുടെ ആവേശം. വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് സ്കൂൾ കമ്പനി വിക്ടറി ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കൂറ്റൻ കട്ടൗട്ടുകൾ ഉയർന്നിരിക്കുന്നത്. തങ്ങളുടെ പ്രിയ താരങ്ങളുടെ കൂറ്റൻ കട്ടൗട്ടുകൾ സ്ഥാപിച്ച് നാട്ടിലെ കായിക പ്രേമികളുടെ ഒന്നടങ്കം പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ അർജന്റീന ബ്രസീൽ ആരാധകർ തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിനൊടുവിൽ വിക്ടറി ക്ലബ്ബിലെ ബ്രസീൽ ഫാൻസ് 40 അടി ഉയരമുള്ള വിനീഷ്യസിന്റെയും നെയ്മറുടെയും കട്ടൗട്ടുകളാണ് പാടത്ത് ഉയർത്തിയത്. എന്നാൽ ഇതിന് മറുപടി എന്നോണം അർജന്റീന ആരാധകർ സ്ഥാപിച്ച 45 അടി ഉയരമുള്ള ലയണൽ മെസ്സിയുടെ കട്ടൗട്ടർ പ്രദേശത്ത് വലിയ കൗതുകമുണർത്തുകയാണ്. മഴവെള്ളം നിറഞ്ഞ വിശാലമായ പാടശേഖരത്തിന് നടുവിലാണ് കണ്ണിന് കുളിർമയേകുന്ന രീതിയിൽ ഈ കൂറ്റൻ കട്ടൗട്ടറുകൾ തലയുയർത്തി നിൽക്കുന്നത്. പച്ചപ്പും വെള്ളവും നിറഞ്ഞ പശ്ചാത്തലത്തിലുള്ള ഈ ദൃശ്യം കാണാനും ഇതിനു മുന്നിൽ നിന്ന് ഫോട്ടോകളും സെൽഫികളും പകർത്താനുമായി ദൂരസ്ഥലങ്ങളിൽ നിന്നും കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. മത്സരങ്ങൾ തത്സമയം ആസ്വദിക്കുന്നതിനായി വലിയ പന്തൽ സൗകര്യത്തോടെയുള്ള ബിഗ് സ്ക്രീനും ക്ലബ്ബ് ഭാരവാഹികൾ പാടത്തിന് സമീപം ഒരുക്കിയിട്ടുണ്ട്. വാടാനപ്പള്ളി തളിക്കുളം മേഖലയിൽ കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അതിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കളിയുടെ ആരവം ഉണർത്തിക്കൊണ്ട് അർജന്റീന, ബ്രസീലിൻ്റെ, അതുപോലെ പോർച്ചുഗലിൻ്റെ, ജർമ്മനിയുടെ ഒക്കെ വലിയ കട്ടൗട്ടർ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. അത് കുറേ കാലങ്ങളായിട്ടുള്ള സംഭവമാണ്. എന്തൊക്കെ സംഭവിച്ചാലും ബ്രസീലിനേക്കാൾ കൂടുതൽ ഇവിടെ അർജന്റീനയാണ് എല്ലാവരും കൂടുതലുള്ളത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
Manappuram Geeta Ravi Public School. The joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് കമ്മ്യൂണിറ്റി സർവീസ് പദ്ധതിയുടെ ഭാഗമായി ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിലെ കിടപ്പ് രോഗികൾക്ക് എയർബെഡും വാക്കറുകളും നൽകി. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് കമ്മ്യൂണിറ്റി സർവീസ് പദ്ധതിയുടെ ഭാഗമായി ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിലെ കിടപ്പുരോഗികൾക്ക് എയർബെഡും വാക്കറുകളും നൽകി.
ആൽഫ പാലിയേറ്റീവ് കെയറിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ രോഗികൾക്ക് വാക്കറും എയർബെഡും നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ആൽഫ പ്രസിഡന്റ് KG ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ആൽഫ സെക്രട്ടറി ശിവരാമൻ മാസ്റ്റർ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് KS സിൻകുമാർ, സെക്രട്ടറി KP പ്രവീൺജിത്ത്, ട്രഷറർ MV ബിജിത്ത്, ആൽഫ ട്രഷറർ വിജയൻ മാണിക്കത്ത്, വൈസ് പ്രസിഡന്റ് രാജീവ്, ജോയിന്റ് സെക്രട്ടറി വിൻസെന്റ്, ജോയിന്റ് സെക്രട്ടറി മേനുജ പ്രതാപൻ, കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ, ഫിസിയോതെറാപ്പി ചികിത്സയിലുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. വളരെയധികം വർഷങ്ങളായി ഈ അന്തിക്കാട് പാലിയേറ്റീവിലേക്ക് എന്നും സഹായഹസ്തങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ തന്നെ ഒരു 8ാമത്തെയോ 9ാമത്തെ പ്രാവശ്യമാണ് ഇവിടേക്ക് വരുന്നത്. എല്ലാ വർഷവും ഞങ്ങളെക്കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ ലയൺസ് ക്ലബ്ബ് വാടാനപ്പള്ളി എന്നും ഇവിടേക്ക്, പ്രത്യേകിച്ച് ശശിഭാഷ ഞങ്ങൾ അത്രയും കണക്ഷനുള്ള വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ശശിഭാഷ കാണുമ്പോൾ വിഷമമായിട്ട് ശശിഭാഷയോട് ഞാൻ പ്രോമിസ് ചെയ്ത് 3 ഇത് തരാതെ പറഞ്ഞിട്ട് 3 മാസമായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു. കാരണം ഇതിൻ്റെ ഇത് ഞങ്ങൾക്ക് തരുന്ന പാർട്ടി ഡിസ്ട്രിക്റ്റിൽ അവൻ സുഖമില്ലാതെ ഇലക്ഷൻ വർക്കിലൊക്കെ ആയതുകൊണ്ട് ആൾക്ക് തരാൻ പറ്റും. പക്ഷേ ഞാൻ മാഷോട് പറഞ്ഞു എന്തായാലും ജൂൺ 30-നുള്ളിൽ ഞാൻ മാഷക്ക് തരുന്നു. ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതെന്തായാലും ലാസ്റ്റ് മൊബൈലിൽ തന്നെ എനിക്ക് കൊടുക്കാൻ സാധിച്ചത് ഞാൻ മാഷോട് നന്ദി പറയുകയാണ്. തൃശൂർ പഴുവിൽ ശ്രീ ശാസ്താ തറവാട്ടിൽ തിരുവപ്പന മഹോത്സവം നടത്തി. തൃശൂർ പഴുവിൽ ശ്രീ ശാസ്താ തറവാട്ടിൽ തിരുവപ്പന മഹോത്സവം ആഘോഷിച്ചു. മലയിറക്കൽ, മുത്തപ്പൻ വെള്ളാട്ടം, മുടിയഴിക്കൽ, കളിക്കപ്പാട്ട്, കലശം വരവ്, തിരുവപ്പന എന്നീ ചടങ്ങുകൾ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു. കുട്ടികൾക്ക് ചോറൂണും ഭക്തർക്ക് പ്രസാദ ഊട്ടും നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം നടന്നുവരുന്ന തിരുവപ്പന ഇവിടെ 13 വർഷമായി കൊണ്ടാടുന്നു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് 17ാമത് വാർഷിക സമ്മേളനം നടത്തി. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് 17ാമത് വാർഷിക സമ്മേളനം നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൊതുയോഗം സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വിജയ് ഭാരത് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി MR ഷിനിൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ EG ബെന്നി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി PS ജോസഫ്, ട്രഷറർ KC ജോജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് UK അഭിലാഷ്, യൂണിറ്റ് ഭാരവാഹികളായ VA അനിൽ, MA ബഷീർ, VV രാജു, PV ദാസൻ, VV യതീന്ദ്രൻ, KM സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ വർഗീയ ചിന്തകൾക്ക് അതീതമായി ഉടമകളെയും തൊഴിലാളികളെയും ചേർത്തിരിക്കൊണ്ട് മെമ്പർമാരുടെ ക്ഷേമവും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കേരളത്തിലെ ശക്തമായ സംഘടനയാണ് അസോസിയേഷൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള. മെമ്പർമാരുടെ ക്ഷേമത്തിന് വേണ്ടി നിരവധി പദ്ധതികളാണ് ഈ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, വെൽഫെയർ ആനുകൂല്യം, അപകട പരിരക്ഷ, മെമ്പർമാർക്കും കുടുംബത്തിനുള്ള സഹായങ്ങൾ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വാലപ്പറമ്പിൽ നൌഫലിന്റെ മകൾ ഫിദ ഫാത്തിമയെ ജനപ്രതിനിധികളും MLAയും ചേർന്ന് അനുമോദിച്ചു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച വാലപ്പറമ്പിൽ നൌഫലിന്റെ മകൾ ഫിദ ഫാത്തിമയെ ജനപ്രതിനിധികളും MLAയും ചേർന്ന് അനുമോദിച്ചു. ഫിദ ഫാത്തിമയുടെ വീട്ടിലെത്തിയ നാട്ടിക MLA ഗീതാ ഗോപി ഫിദയ്ക്ക് മധുരം നൽകി. കഠിനാധ്വാനവും കൃത്യമായ ലക്ഷ്യബോധവുമാണ് ഫിദയെ മികച്ച നേട്ടത്തിന് അർഹയാക്കിയതെന്ന് MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ പുലിക്കോട്ടിൽ, താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീന സുനിൽ, CPIM ബ്രാഞ്ച് സെക്രട്ടറി ഷൈൻ അമ്പലത്ത്, CDS പ്രതിനിധി രാധിക എന്നിവരും ഫിദ ഫാത്തിമയ്ക്ക് അഭിനന്ദനങ്ങളുമായി വീട്ടിലെത്തിയിരുന്നു. ചടങ്ങിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. സന്തോഷം അറിയിക്കുക മാത്രമല്ല
സന്തോഷത്തിൽ ഞങ്ങളും കൂടി പങ്കുചേരാനാണ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഇവയ്ക്ക് കാർത്തികയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും. നാട്ടിക വെസ്റ്റ് KUP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. ജനാധിപത്യ മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നുകൊടുത്തുകൊണ്ട് നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. ഒരു തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് സ്കൂളിൽ വോട്ടെടുപ്പ് നടത്തിയത്. സ്കൂളിൽ സജ്ജമാക്കിയ പ്രത്യേക പോളിംഗ് ബൂത്തിലാണ് ഇലക്ഷൻ നടന്നത്. വോട്ടർ രേഖപ്പെടുത്തുന്നതിനായി ബാലറ്റ് പേപ്പറാണ് ഉപയോഗിച്ചത്. 11 സ്ഥാനാർത്ഥികളാണ് സ്കൂൾ ലീഡർ പ്രസ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഇലക്ഷന്റെ ഫലപ്രഖ്യാപനം ജൂലൈ 3 നടക്കുമെന്ന് പ്രധാനാധ്യാപിക CJ ജെന്നി ടീച്ചർ അറിയിച്ചു. ഇലക്ഷനോടനുബന്ധിച്ച് മൈ വോട്ട് മൈ വോയ്സ് സെൽഫി കോൺടെസ്റ്റും കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരുന്നു. ബാസ്റ്റ്യൻ മാസ്റ്റർ തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ചു. നമ്മുടെ സ്കൂളിൽ എല്ലാ വർഷത്തെ പോലെയും ജനാധിപത്യ രീതിയിൽ സ്കൂൾ പാർലമെന്ററി ഇലക്ഷൻ നടക്കുകയാണ്. കുട്ടികൾ 11 സ്ഥാനാർത്ഥികളാണ്. വിവിധ ചിഹ്നങ്ങളിലുള്ള വോട്ട് അഭ്യർത്ഥിച്ച് അവർ 2 ദിവസം പ്രചരണം ഉണ്ടായിരുന്നു. 3-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം യൂണിറ്റ് കൺവെൻഷനും നവാഗതക്ക് സ്വീകരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് A ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി മേജോ ബ്രൈറ്റ് നവാഗതരെ സ്വീകരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം TC റീത്ത ടീച്ചർ, ബ്ലോക്ക് ട്രഷറർ NAP സുരേഷ് കുമാർ, യൂണിറ്റ് സെക്രട്ടറി VG പ്രസന്നകുമാരി, യൂണിറ്റ് ട്രഷറർ MV ജയപ്രകാശൻ, TV വേണുഗോപാലൻ, AR ഉന്മേഷ്, TR കേശവൻ എന്നിവർ സംസാരിച്ചു. ഈ നവാഗതർക്ക് നമ്മുടെ KSSPU എന്ന അക്ഷരം മാത്രമേ നമുക്കറിയുള്ളൂ അല്ലേ. അപ്പോൾ KSSPU എന്ന സംഘടന, ഈ സംഘടന ഉണ്ടായത്, ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഏത് വർഷത്തിലാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്, ആരാണ് സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിർദ്ദേശം കൊടുത്തത്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സംഘടനയിൽ എത്ര അംഗങ്ങളുണ്ട്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പുതിയ അംഗങ്ങൾക്ക് ഒരു അവബോധം നൽകുക എന്നതാണ് നമ്മുടെ യൂണിറ്റ് സമ്മേളനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചന്ദ്രാബനി VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ് അധ്യക്ഷയായി. ഡോക്ടർ PC പ്രീതി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗീത മോഹൻദാസ്, PK ഹംസ, സ്ലസിൻ ദിനേശ്, നീതു, ഡോക്ടർ ഹേമ മാലിനി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി മരുന്ന് വിതരണവും നടത്തി. അടുത്ത ക്യാമ്പ് നമ്മൾ കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ അവിടെയും ഒരു ക്യാമ്പ് പ്രദേശത്തുള്ള എടത്തിരുത്തി പ്രദേശത്തുള്ള സംഘടിപ്പിച്ചു. മറ്റൊന്ന് 5-ാം വാർഡ് 6-ാം വാർഡ് ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിൽ നമ്മൾ MH ഹോളിനോടനുബന്ധിച്ച് അവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. നിരവധിയായിട്ടുള്ള തൊഴിലാളികളുള്ള പ്രദേശം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആരോഗ്യ രംഗത്ത് വേറെ പുരോഗതി കൈവരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അങ്ങനെ കൈവരിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള സർക്കാരുകളുടെയും പ്രാദേശിക സർക്കാരുകളുടെയും ആരോഗ്യ വകുപ്പിൻ്റെയും എല്ലാം കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ നമുക്ക് കേരളത്തിന് ലോകത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് മാതൃകയാവും. മണലൂർ താഴം കോൾ കർഷക സമിതിയുടെ 2026-27 വർഷത്തെ വാർഷിക പൊതുയോഗം സമാപിച്ചു. മണലൂർ താഴം കോൾ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം സമാപിച്ചു.
കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് എം.ബി. മോഹനൻ അധ്യക്ഷത വഹിച്ചു. ആഗസ്റ്റ് മാസത്തിൽ ആദ്യ പമ്പിംഗ് തുടങ്ങുന്നതിനും ഇരുപൂ കൃഷി ഇറക്കുന്നതിനും യോഗം തീരുമാനിച്ചു. കൃഷി ഓഫീസർ ശ്വേത, സമിതി സെക്രട്ടറി കെ ഗൗതമൻ, ട്രഷറർ പി.എസ്. ദിനേശൻ, പി. ജോസ്, കെ.സി. പ്രജ്ഞൻ, കെ. രാമദാസ്, എൻ.ആർ. ഉണ്ണികൃഷ്ണൻ, ടി.വി. അജയകുമാർ, എൻ.എ. മുകുന്ദൻ, പി.എസ്. ദിലീപ് കുമാർ, സുബീഷ് കാരണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിലവിലുള്ള 11-അംഗ കമ്മിറ്റിയെ പൊതുയോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. നമുക്കറിയാം, ഇപ്പോൾ ഒരു കർഷക എന്നുള്ള നിലയിൽ കൂടി ഞാനും അന്തിക്കാട് പടവിലാണ് എനിക്ക് കൃഷിയുള്ളത്. ഒരു 1.5 ഏക്കറോളം സ്വയം ഞങ്ങൾ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. വിത്തിടുന്നത് മുതൽ നിലമൊരുക്കുന്നത് മുതൽ അത് വിളവെടുത്ത് സപ്ലൈകോയിൽ നിന്ന് നമ്മൾക്ക് പൈസ ലഭിക്കുന്നത് വരെ നമുക്ക് വലിയ പ്രയാസമാണ് അല്ലേ? ഒരു കർഷക എന്നുള്ള നിലയിലും നമ്മൾ നെൽകർഷകൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചെളിയിലും പാടത്തും ഒക്കെ അത് എത്രത്തോളം അത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു രീതിയാണെന്ന് പോലും നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അത് നിലമൊരുക്കുന്നതും ആ ഒരു 3 മാസക്കാലത്തോളം വിത്ത് ലഭ്യമാകും. നമ്മുടെ പാടശേഖരമാണ് നമുക്കത് വിത്ത് നമുക്ക് തരാം. ആ വിത്ത് വാങ്ങിക്കാൻ പോവുകയും അത് സബ്സിഡി നമുക്ക് ലഭിക്കുന്നതിന് അല്ലേ, ആ നേരത്ത് നമ്മളത് ഒരുപാട് ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എന്ന് വെച്ചാലും നമ്മുടെ പാടശേഖര സമിതി നമ്മളത് ആ സമയത്ത് അവിടെ എത്തിച്ചു തരികയും അത് പോയി നമ്മൾ വാങ്ങിക്കുകയും. പ്രധാന വാർത്തകൾ വീണ്ടും. വാടാനപ്പള്ളി ഫസൽ നഗർ മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെ കടലേറ്റം രൂക്ഷമായി. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീടിന് നാശനഷ്ടം. തെരുവ് നായയുടെ ആക്രമണത്തിൽ കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.